കോൺഗ്രസ് ഇതിൽ പങ്കെടുക്കരുത്. അപ്പോൾ കെ സമസ്ത പറഞ്ഞാൽ പിന്നെ കോൺഗ്രസ്സിന് അത് തള്ളിക്കളയാൻ പറ്റില്ല. അടുത്ത ദിവസം ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമവും പത്രവും ഏതാണ്ട് ഇതേ നിലപാട് എടുത്തു, കോൺഗ്രസ് പങ്കെടുക്കരുത്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ അഭിപ്രായം ഉടനെ തന്നെ എത്തേണ്ട സ്ഥലത്ത് എത്തി. ഡൽഹിയിൽ തലപുകഞ്ഞ ആലോചനകൾ നടന്നു. കമൽനാഥും അതുപോലെ മറ്റ് പല നേതാക്കളും ഇതിന് പോകാമെന്നുള്ള അഭിപ്രായക്കാരാണ്. കർണാടകത്തിലെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ വരെ അയോധ്യയിൽ പോകണം എന്ന അഭിപ്രായക്കാരനായിരുന്നു. പക്ഷേ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി കൂടിയോ കൂടാതെയോ ശക്തമായിട്ട് ആലോചിച്ചു. വയനാട്ടിൽ ഇനിയും രാഹുൽജിക്ക് മത്സരിക്കാനുള്ളതാണ്. ഈ അയോധ്യയിലെ പ്രതിഷ്ഠയ്ക്കെങ്ങാനും പോയി കഴിഞ്ഞാൽ അത് BJPക്കാർ വിഷയമാക്കും, മാർക്സിസ്റ്റുകാർ അതിനേക്കാൾ വലിയ വിഷയമാക്കും. അതുകൊണ്ട് നമ്മൾ പോകേണ്ടതില്ല, സമസ്തയെ പിണക്കാൻ പറ്റില്ല, ലീഗിനെ പിണക്കാൻ പറ്റില്ല എന്ന നിലപാടിലെത്തുകയും പോകണ്ട എന്ന് തീരുമാനിച്ചു. നമസ്കാരം. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം വിവാദ കോലാഹലങ്ങൾ മുന്നേറുന്നത്. കോൺഗ്രസും മറ്റിതര രാഷ്ട്രീയ കക്ഷികളും ഇത് BJPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമായി പറയപ്പെടുന്നു. ഹൈന്ദവ സമൂഹത്തിന്റെ പരമാചാര്യന്മാരായ സന്യാസി ശ്രേഷ്ഠന്മാരായ ശങ്കരാചാര്യ മഠത്തിലെ സ്വാമിമാർ പലരും ഈ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് സഹകരിക്കില്ല എന്ന് പറഞ്ഞു കേൾക്കുന്നു. ഇതിനിടയിലാണ് കേരളത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള ചില ഭിന്നതകൾ മറനീക്കി പുറത്തു വരുന്നത്. കോൺഗ്രസ് അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അത്തരം ഒരു ചടങ്ങിന് പോവുകയാണെങ്കിൽ ഇവിടെ UDF-ൽ പൊട്ടിത്തെറികൾ ഉണ്ടാകും എന്നുള്ള വാർത്തകൾ പരക്കുന്നു. ഇതിനിടെ മുസ്ലിം ലീഗ് തങ്ങളുടെ നിലപാടുമായി രംഗത്തെത്തുന്നു. കോൺഗ്രസിന് അത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്, അവരുടെ വിശ്വാസപരമായ കാര്യങ്ങളിൽ അവർക്ക് പോകുകയോ സംബന്ധിക്കുകയോ ചെയ്യാം. ഇതിൽ മുസ്ലിം ലീഗിന് യാതൊരു തരത്തിലും പങ്കില്ല. ഓരോരുത്തരുടെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് ഓരോരുത്തർക്കും പ്രവർത്തിക്കാം എന്ന് മുസ്ലിം ലീഗ് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയുണ്ടായി. എന്നാൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനിരിക്കുന്ന ഒരു സാഹചര്യം കണക്കിലെടുത്ത് കോൺഗ്രസ് ഒരു കാരണവശാലും അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു. എന്നാൽ മധ്യപ്രദേശിലടക്കം പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് വക്താക്കൾ രാമക്ഷേത്ര പ്രതിഷ്ഠയിൽ പങ്കെടുക്കും എന്നറിയിച്ചിരിക്കുന്നു. ഇത് കോൺഗ്രസിനകത്തെ പോരുകൾ മറനീക്കി പുറത്തു വരുവാനുള്ള ഒരു സാഹചര്യമായി മാറിയിരിക്കുന്നു. കോൺഗ്രസിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന പടലപ്പിണക്കങ്ങൾ ഇപ്പോൾ രാമക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് രൂക്ഷമായിരിക്കുന്നു. എന്തായാലും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് രാമക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകും. ഇപ്പോൾ തന്നെ പല നേതാക്കളും കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയിരിക്കുന്നു. അവർ അതിന് ഉയർത്തി കാണിക്കുന്നത് രാമക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഇത്തരുണത്തിൽ കേരളത്തിൽ കോൺഗ്രസിന് ഇത് വലിയ വെല്ലുവിളിയാകുന്ന ഒരു കാര്യം തന്നെയായി മാറുന്നു. രാമക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഏതെങ്കിലും തരത്തിൽ അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണെങ്കിൽ കേരളത്തിൽ എന്ന് തന്നെയല്ല ഇന്ത്യയിലെ രാമഭക്തരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തിരിച്ചടിയാകും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് കോൺഗ്രസിനും രാഷ്ട്രീയ തിരിച്ചടിയാകും. ശ്രീരാമ ഭക്തന്മാരെ വിഷമിപ്പിച്ചുകൊണ്ട് അത്തരത്തിലൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ, അതായത് രാമക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് തങ്ങൾ സഹകരിക്കുന്നില്ല എന്ന് കോൺഗ്രസ് ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ അത് തീർച്ചയായും ശ്രീരാമ ഭക്തരെ തങ്ങളിൽ നിന്ന് അകറ്റും എന്ന് കോൺഗ്രസ് ഭയപ്പെടുന്നു. പല സംസ്ഥാനങ്ങളിലും വോട്ട് ബാങ്ക് തകരും എന്ന് തന്നെ കോൺഗ്രസ് ഭയപ്പെടുന്നു. എന്നാൽ കേരളത്തിൽ നിന്നും കോൺഗ്രസിന്റെ ഏതെങ്കിലും വക്താക്കൾ രാമക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് സഹകരിക്കുകയാണെങ്കിൽ അത് രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ സാധ്യതകൾ ഇല്ലാതെയാക്കും എന്ന് തന്നെ കേരളത്തിൽ കോൺഗ്രസും കേന്ദ്രത്തിലെ കോൺഗ്രസും ഒരുപോലെ തന്നെ ആശങ്കപ്പെടുന്നു. ഇതിനിടയിൽ കോൺഗ്രസ് എന്ത് ചെയ്യേണ്ടു എന്നറിയാതെ വിഷമിക്കുകയാണ്. എന്തായാലും BJP രാമക്ഷേത്ര പ്രതിഷ്ഠ ഒരു രാഷ്ട്രീയ ആയുധമായി വരുംകാല തെരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് രാമപ്രതിഷ്ഠ നടത്തുന്നത് എന്നുള്ളതും അറിയാൻ കഴിയുന്നു. എന്തായാലും കോൺഗ്രസിന് അനുകൂലമല്ലാത്തൊരു അന്തരീക്ഷം രാമക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്നു. ഇതിനിടയിൽ തന്റെ അഭിപ്രായം കോൺഗ്രസിനകത്തും കേരളത്തിലെ മറ്റ് ഇതര രാഷ്ട്രീയ കക്ഷികൾക്ക് ഇടയിലും നടക്കുന്ന അഭിപ്രായ കോലാഹലങ്ങളെ കുറിച്ച് അഡ്വക്കേറ്റ് S ജയശങ്കർ കൃത്യമായ ഒരു നിരീക്ഷണം നടത്തുന്നു. ഭാരതത്തിൽ ആരൊക്കെ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് പോയാലും പോയില്ലെങ്കിലും എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കില്ല എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ തുറന്നടിക്കുന്നത്. കേരളത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുക. രാമക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ ക്ഷീണം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കൃത്യമായ നിരീക്ഷണം തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ നടത്തുന്നത്. നമുക്ക് അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം. അയോധ്യയിൽ മുമ്പുണ്ടായിരുന്ന ബാബറി മസ്ജിദ് തകർത്തപ്പോഴും സുപ്രീം കോടതി വിധി വന്നപ്പോഴും അത് കഴിഞ്ഞ് അവിടെ ക്ഷേത്രം പണിഞ്ഞപ്പോഴും നമ്മുടെ നാട്ടിലെ സമുദായ നേതാക്കന്മാരാരും പ്രത്യേകിച്ചൊരു അഭിപ്രായം പറഞ്ഞായിട്ട് അറിയില്ല. ഇനി വല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് വലിയ ബോക്സ് ഓഫീസ് വാല്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ പ്രാണപ്രതിഷ്ഠയുടെ നോട്ടീസ് അച്ചടിപ്പിച്ചു ഓരോരുത്തർക്ക് ക്ഷണക്കത്ത് അയക്കാൻ തുടങ്ങിയപ്പോൾ കോൺഗ്രസിലെ 3 പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കും ക്ഷണക്കത്ത് കിട്ടി. CPM ദേശീയ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിക്കും ക്ഷണക്കത്ത് കിട്ടി.
മറ്റു പലർക്കും കിട്ടി. ക്ഷണം അവിടെ പോകാൻ ആഗ്രഹിച്ചിരുന്ന പലർക്കും കിട്ടിയില്ല, പോകാൻ ആഗ്രഹിക്കാത്ത പലർക്കും കിട്ടുകയും ചെയ്തു. ഈ 4 പേർക്ക് കിട്ടിയതിന് മാത്രമേ പ്രസക്തിയുള്ളൂ. ഇതിൻ്റെ ക്ഷണക്കത്ത് കിട്ടിയപ്പോൾ തന്നെ സഖാബ് യെച്ചൂരി പോളിറ്റ് ബ്യൂറോ വിളിച്ചു കൂട്ടി. ഒരു തീരുമാനം എടുക്കണമെങ്കിൽ പോളിറ്റ് ബ്യൂറോ കൂടണമല്ലോ. പോളിറ്റ് ബ്യൂറോ വിളിച്ചു കൂട്ടിയിട്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. അദ്ദേഹം ആ വിവരം അപ്പം തന്നെ പത്രക്കുറിപ്പ് മുഖേന നല്ലവരായ നാട്ടുകാരെ മുഴുവൻ അറിയിച്ചു. യെച്ചൂരി ചെല്ലാത്തതുകൊണ്ട് പ്രതിഷ്ഠയ്ക്ക് എന്തെങ്കിലും ചൈതന്യക്കുറവ് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. ഏതായാലും അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ സീതാരാമനുണ്ട്, അതുകൊണ്ട് ഇനി പ്രതിഷ്ഠയ്ക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന തീരുമാനത്തിൽ പാർട്ടി എത്തിച്ചേർന്നു. നമ്മുടെ നാട്ടിലെ പുരോഗമന മതേതര നവോത്ഥാനവാദികളെല്ലാവരും ഇത് കേട്ടു വല്ലാതെ സന്തോഷിച്ചു. അതുകൊണ്ട് അവർ CPM-നെ പ്രശംസിക്കുകയും കോൺഗ്രസ് എന്ത് നിലപാടെടുക്കും എന്ന് ചോദിക്കുകയും ചെയ്തു. കോൺഗ്രസ്സിന് അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. CPM അല്ല കോൺഗ്രസ്. CPM-നെ സംബന്ധിച്ചുള്ള കേരളത്തിൽ മാത്രമാണ്. കോൺഗ്രസ്സിനെ സംബന്ധിച്ചുള്ള അങ്ങനെയല്ല. ഇന്ത്യയിലെ 28 സംസ്ഥാനത്ത് കോൺഗ്രസ് ഉണ്ട്. കോൺഗ്രസ്സിന് കമ്മിറ്റികളുണ്ട്, നേതാക്കന്മാരുണ്ട്, MLA-മാരുണ്ട്, മന്ത്രിമാരുണ്ട് ചില സംസ്ഥാനങ്ങളിൽ. അല്ലാത്ത സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷത്ത് പ്രധാന ശക്തിയാണ്. അതുകൊണ്ട് ചാടിക്കയറി ഒരു തീരുമാനം എടുത്തില്ല. കോൺഗ്രസ്സുകാരെ തല പുകഞ്ഞ് ആലോചിക്കാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് നമ്മുടെ EK സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം ഒരു മുഖപ്രസംഗം എഴുതി, കോൺഗ്രസ് ഇതിൽ പങ്കെടുക്കരുത്. അപ്പോൾ EK സമസ്ത പറഞ്ഞാൽ പിന്നെ കോൺഗ്രസ്സിന് അത് തള്ളിക്കളയാൻ പറ്റിയില്ല. അടുത്ത ദിവസം ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമവും പത്രവും ഏതാണ്ട് ഇതേ നിലപാട് തന്നെ എടുത്തു, കോൺഗ്രസ് പങ്കെടുക്കരുത്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ അഭിപ്രായം ഉടനെ തന്നെ എത്തേണ്ട സ്ഥലത്ത് എത്തി. ഡൽഹിയിൽ തല പുകഞ്ഞ ആലോചനകൾ നടന്നു. കമൽനാഥും അതുപോലെ മറ്റ് പല നേതാക്കളും ഇതിന് പോകാമെന്നുള്ള അഭിപ്രായക്കാരാണ്. കർണാടകത്തിലെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ വരെ അയോധ്യയിൽ പോകണം എന്ന അഭിപ്രായക്കാരനായിരുന്നു. പക്ഷേ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി കൂടിയോ കൂടാതെയോ ശക്തമായിട്ട് ആലോചിച്ചു. വയനാട്ടിൽ ഇനിയും രാഹുൽജിക്ക് മത്സരിക്കാനുള്ളതാണ്. ഈ അയോധ്യയിലെ പ്രതിഷ്ഠയ്ക്കെങ്ങാൻ പോയി കഴിഞ്ഞാൽ അത് BJP-കാർ വിഷയമാക്കും, മാർക്സിസ്റ്റുകാർ അതിനേക്കാളും വലിയ വിഷയമാക്കും. അതുകൊണ്ട് നമ്മൾ പോകേണ്ടതില്ല, സമസ്തയെ പിണക്കാൻ പറ്റില്ല, ലീഗിനെ പിണക്കാൻ പറ്റില്ല എന്ന നിലപാടിലെത്തുകയും പോകണ്ട എന്ന് തീരുമാനിച്ചു. അപ്പോഴും അതുവരെ നമ്മുടെ നാട്ടിലെ ഈ സമുദായ നേതാക്കന്മാരെല്ലാവരും മൗനം പാലിച്ചു. കോൺഗ്രസിൻ്റെ തീരുമാനത്തെപ്പറ്റി കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, തത്വാധിഷ്ഠിതമായ തീരുമാനമാണ്. കോൺഗ്രസ് തീരുമാനം വന്ന ഉടനെ NSS ജനറൽ സെക്രട്ടറി, അതായത് നായർ സമുദായ ഉടമസ്ഥനായ G. സുകുമാരൻ നായർ ഒന്നാം ദിനം ഒരു പത്രക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചു. അദ്ദേഹത്തിൻ്റെ പത്രക്കുറിപ്പ് നിങ്ങൾ കണ്ടു കാണുന്ന ഞാൻ വിചാരിക്കും. കാണാത്തവർക്ക് വേണ്ടി പറയുകയാണ്. അയോധ്യയിലെ രാമക്ഷേത്രം ഓരോ ഹിന്ദുവിൻ്റെയും അഭിമാനത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതിനെ പങ്കെടുക്കാതിരിക്കുന്നത് തെറ്റാണ്. രാഷ്ട്രീയ കാരണങ്ങളാൽ ഇതുപോലെയുള്ള ചടങ്ങുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം കടുത്ത ഭാഷയിൽ ഒരു പത്രക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചു. അതേസമയത്ത് കോൺഗ്രസ്സിനെ ഇവിടെ ഒരുപാട് ആളുകൾ പ്രകീർത്തിച്ചു. കോൺഗ്രസ് ധീരമായ തീരുമാനമെടുത്തു, കോൺഗ്രസ് ഈ BJP-കാരുടെ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നൊക്കെ ചില ബുദ്ധിജീവികൾ പറഞ്ഞു. ഗോവിന്ദൻ മാഷ് പറഞ്ഞു അങ്ങനെയല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ തീരുമാനം കണ്ടിട്ടാണ് കോൺഗ്രസ്സുകാർ അങ്ങനെ തീരുമാനം എടുത്തത്, അല്ലെങ്കിൽ കോൺഗ്രസ് അല്ലേ നമുക്ക് അറിഞ്ഞൂടെ എന്ന രീതിയിൽ അദ്ദേഹം പ്രതികരിച്ചു. KT ജലീൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രസിദ്ധീകരിച്ചു. മാധ്യമവും ചാന്ദ്രികയും സുപ്രഭാതവും കോൺഗ്രസിൻ്റെ ആ ധാർമ്മികവും രാഷ്ട്രീയവുമായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചു എന്ന് പറഞ്ഞ് മുഖപ്രസംഗങ്ങൾ പാസ്സാക്കി. എല്ലാ മുഖപ്രസംഗവും ഗംഭീരമായി. അപ്പോഴത്തേക്കും ഇനി സുകുമാരൻ നായർ പറഞ്ഞതിന് ആരും കണക്കാക്കണ്ടല്ലോ, അയാളൊരു മൂരാച്ചി ആയിരുന്നല്ലോ. മാത്രമല്ല നായന്മാർ തന്നെ പൊതുവെ നവോത്ഥാനത്തിനെതിരായിട്ടുള്ള ആൾക്കാരാണ് എന്ന രീതിയിൽ നിൽക്കുമ്പോഴാണ് ദാണ്ടെ വരുന്നത് വെള്ളാപ്പള്ളി നടേശൻ്റെ ഗുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് എന്തെന്നാൽ ഈ രാമക്ഷേത്രം നായന്മാരുടെ മാത്രമല്ല ഈഴവരുടെയും അഭിമാനമാണ്. ശ്രീനാരായണീയരെല്ലാവരും ജനുവരി 22 അവരവരുടെ വീടുകളിൽ വിളക്കുകൾ കൊളുത്തി വെക്കണം. സത്യത്തിൽ സുകുമാരൻ നായർ അത് പറയാൻ മറന്നുപോയി. പുള്ളിയുടെ അടുത്ത ഫത്വ പുറകെ വരും. ഏതായാലും സുകുമാരൻ നായർ പറഞ്ഞേക്കാൾ ഒരു പടിയും കൂടി കയറി നടേശൻ മുതലാളി പറഞ്ഞു കളഞ്ഞു. അപ്പോൾ ഇനി ഈഴവർക്ക് വിളക്കെത്തിക്കാതെ ഒരു മാർഗ്ഗമില്ല. ഇനി ബാക്കി സമുദായ സംഘടനകൾ പുറകെ വരുന്നുണ്ട്. ധീവര സഭയുണ്ട്, വിശ്വകർമ്മ സഭയുണ്ട്, ബ്രാഹ്മണ സഭയുണ്ട്, യോഗക്ഷേമ സഭയുണ്ട്. അവരുടെ എല്ലാവരുടെയും പ്രസ്താവനകൾ വഴിയേ വരും എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ നായാടി മുതൽ നമ്പൂരി വരെ എല്ലാവരുടെയും ഐക്യം രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ വന്നു കഴിഞ്ഞു. ഇനി പുറകെ സീറോ മലബാർ സഭ, മർത്തോമ സഭ, യാക്കോബായ സഭ, ഓർത്തഡോക്സ് സഭ ഇവരുടെ അഭിപ്രായങ്ങളും വരാനുണ്ട്. അത് ഏത് രീതിയിലായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ പറയാൻ വന്നത് ഈ കൊലച്ചതി എന്ന് പറയുന്നതാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായം വന്നപ്പോൾ തന്നെ ഞങ്ങൾ പങ്കെടുക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ സുകുമാരൻ നായർക്ക് ഒരു പ്രസ്താവന ഇറങ്ങായിരുന്നു. ഞങ്ങൾ രാമക്ഷേത്ര നിർമ്മാണത്തെ അനുകൂലിക്കുന്നു. രാമക്ഷേത്രം ഓരോ ഹിന്ദുവിൻ്റെയും അഭിമാനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് NSS ഇതിനെ അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ
കെ സി വേണുഗോപാൽ ഈ കാര്യം സോണിയാജി അടുത്ത് പറയുമായിരുന്നു, അവിടെ തെര്യപ്പെടുത്തുമായിരുന്നു. അല്ലെങ്കിൽ രാഹുൽജിയോട് പറയുമായിരുന്നു, രാഹുൽജി നമ്മുടെ സമുദായക്കാർക്ക് എതിർപ്പുണ്ട്, വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട എന്ന് പറയണം. അത് പറഞ്ഞില്ല. സുകുമാരൻ നായർ പറയാഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനും പറഞ്ഞില്ല, ആ ദീപന സഭയും പറഞ്ഞില്ല, വിശ്വകർമ്മ സഭയും പറഞ്ഞില്ല, ഒരു സഭയും പറഞ്ഞില്ല, സീറോ മലബാർ സഭ വരെ പറഞ്ഞില്ല. ഇത് കോൺഗ്രസിൻ്റെ തീരുമാനം വന്നവരൊരു കാത്തിരുന്നു. CPM-കാർ അല്ലെങ്കിലും പോവുകയില്ല, നമുക്കറിയാം. അവർ ഭൗതികവാദികളാണ്, നിരീശ്വരവാദത്തിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസം. ഇനി ഈ രാമക്ഷേത്രം പണിഞ്ഞത് ജവഹർലാൽ നെഹ്റുവിൻ്റെ സമയത്താണ് നോക്കി, അല്ലെങ്കിൽ മൻമോഹൻ സിംഗിൻ്റെ സമയത്താണെങ്കിൽ പോലും CPM-കാർക്ക് ക്ഷണക്കം തോന്നുന്നത് വരില്ല, വരാൻ പറ്റുകയില്ല. അത് പ്രത്യയശാസ്ത്രപരമായ പ്രതിബന്ധമുണ്ട്. നേരെ മറിച്ച് കോൺഗ്രസ്സുകാർക്ക് അങ്ങനെയല്ല. അപ്പോൾ ഈ തീരുമാനം ആദ്യമേ എടുത്തിരുന്നെങ്കിൽ കോൺഗ്രസ്സുകാർ ഇങ്ങനെ സൂയിപ്പാവില്ലായിരുന്നു. ഇപ്പോൾ സംഗതി ആകെ കുഴപ്പത്തിലായി. കോൺഗ്രസ് രാമക്ഷേത്രത്തിനെതിരാണ് എന്നൊരു ധ്വനി ഇതിനകത്ത് വന്ന് അത് എല്ലാ സമുദായ സംഘടനകളും ഏറെ സ്വരത്തിൽ ഇപ്പോൾ രാമക്ഷേത്രവാദികളായിട്ട് മാറിയിരിക്കുകയാണ്. ഈ അഭിപ്രായം നേരത്തെ പറഞ്ഞതെങ്കിൽ കുഴപ്പമൊന്നുമില്ല വരും. ഇപ്പോൾ കോൺഗ്രസിന് സംബന്ധിച്ചിടത്തോളം കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്തു, ഉത്തരത്തിലുള്ളത് കിട്ടുകയില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ സമുദായ നേതാക്കന്മാരോട്, സമുദായ പ്രമാണിമാരോട് പറയാനുള്ള പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളിങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ഈ പുലിവാല ഒഴിവാക്കാമായിരുന്നു, അല്ലെങ്കിൽ അതിന് ഭാഗത്തുള്ള എന്തെങ്കിലും തീരുമാനം എടുക്കാമായിരുന്നു. കോൺഗ്രസിൽ നിന്ന് ഖാർഗെയും സോണിയാജിയും പോവുകയില്ല, ശരീര സുഖമില്ലാത്തതുകൊണ്ട് അധീർ രഞ്ജൻ ചൗധരിക്ക് പങ്കെടുക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ പ്രശ്നം തീർന്നത്. ഇത് അതിന് പകരം തത്വാധിഷ്ഠിതമായ നിലപാട് സ്വീകരിച്ചു. ഞങ്ങൾ മതേതരവാദികളാണ്, ഇത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞു. ഈ രീതിയിലാണ് കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് വെള്ളാപ്പള്ളി നടേശൻ ചേട്ടനോടും മണിമാമനോടും പറയാനുള്ളത്, സഖാക്കളെ, നിങ്ങൾ ഇതുപോലത്തെ കൊലച്ചതി ആരോട് ചെയ്യരുത്, ശത്രുക്കളോട് പോലും ഇങ്ങനത്തെ ആക്രമണം ചെയ്തു കളയരുത് എന്ന് മാത്രമാണ്.